ഹലോ, ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നോക്കാം. ഇത് ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ കഴിക്കാമെന്നും കൂടെ നോക്കാം കേട്ടോ. ആദ്യം തന്നെ അരി തിളപ്പിക്കാനുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ്, നാരങ്ങനീര്, ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായി തിളപ്പിക്കാം. ശേഷം 1 മണിക്കൂർ കുതിർത്ത് വെച്ച അരി വേവിച്ച് ഊറ്റി വെക്കാം. ചിക്കനിലേക്ക് ഗാർലിക് പൗഡറോ ഗാർലിക് പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്യും. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ബട്ടറോ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാം. ഉണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ചിക്കിയെടുക്കാം. ഇനി ബാലൻസുള്ള ബട്ടറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം. ഞാൻ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും. ഇത് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചിക്കി എടുത്ത് വെച്ച മുട്ടയും ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷനും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി റൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോഴത്തെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡയറ്റ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു 100 ഗ്രാംസ് കഴിക്കാം കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് മാക്സിമം ചിക്കനും വെജീസും ആഡ് ചെയ്തതിന് ശേഷം റൈസിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കാം. ഇതിലൊരുപാട് ചിക്കനും വെജീസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതൊരു ബാലൻസ്ഡ് മീൽ തന്നെയാണ് കേട്ടോ.